സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ മൾട്ടിപ്പിൾസ് അഥവാ ഗുണിതങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. 2 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ഗുണിതങ്ങൾ നമ്മൾ ടേബിളിലൊക്കെ ആക്കിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗുണിതങ്ങൾ ഉൾപ്പെടുന്ന ഏതാനും പ്രവർത്തനങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമുക്ക് അതിന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നോക്കാം. നോക്കിക്കോളൂ, പേജ് നമ്പർ 111. അതില് ലെറ്റ്സ് മെഷർ എന്നുള്ള പ്രവർത്തനമാണ് നമ്മൾ നോക്കുന്നത്. Najim and Manoj are measuring milk. Najim has a measuring jar of 2 liters and Manoj has a measuring jar of 5 liters. അതായത് ഇവിടെ 2 കുട്ടികള് പാല് അളക്കുകയാണ്. പാല് അളക്കാൻ അവരുടെ കയ്യിൽ ഒരു മെഷറിംഗ് ജാർ, അളക്കുന്ന ഒരു ജാറുണ്ട്. നജീമിന്റെ കയ്യിൽ ഉള്ളത് 2 ലിറ്ററിന്റെ ജാറാണ്. മനോജിന്റെ കയ്യിലുള്ളത് 5 ലിറ്ററിന്റെ ജാറാണ്. അങ്ങനെയാണെങ്കിൽ നജീമിന് ഏതെല്ലാം അളവുകൾ അളക്കാൻ സാധിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നജീമിന്റെ കയ്യിൽ 2 ലിറ്റർ ആണ് അല്ലേ. അപ്പൊ ആദ്യം നമ്മൾ എടുക്കുമ്പോൾ 2 ലിറ്റർ കിട്ടും അല്ലെ. ഒരു പ്രാവശ്യം നമ്മൾ ഒരു കപ്പ് എടുത്തൊഴിക്കുകയാണെങ്കിൽ 2 ലിറ്റർ ആവും. രണ്ടാമത് എടുത്തൊഴിക്കുകയാണെങ്കിലോ 4 ആയി അല്ലേ. രണ്ടാമത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ അത് ആദ്യത്തെ 2 ഇപ്പോഴത്തെ 2 കൂട്ടുമ്പോൾ 4 ആയി. 3 പ്രാവശ്യം ഒഴിക്കുകയാണെങ്കിലോ 6 ആയി. 4 പ്രാവശ്യം ഒഴിക്കുകയാണെങ്കിലോ 8 ആയി അല്ലേ. അപ്പൊ അങ്ങനെ ആ രീതിയിലാണ് നജീമിന് അളക്കാൻ സാധിക്കുക അല്ലേ. അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ 2 ലിറ്റർ ഫുള്ളായിട്ട് എടുക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എപ്പോഴും എടുക്കുമ്പോൾ ഫുള്ളായിട്ട് എടുക്കുമ്പോൾ 2 എന്ന് വെച്ചിട്ടാണ് പോരുക. അപ്പൊ 5 പ്രാവശ്യം എടുക്കുകയാണെങ്കിൽ എത്ര ലിറ്റർ ആവും? 10 ലിറ്റർ ആവും അല്ലേ. 5 പ്രാവശ്യം എടുക്കുകയാണെങ്കിൽ 10 ലിറ്റർ ആവും. അപ്പോൾ നജീമിന് അളക്കാൻ സാധിക്കുന്ന അളവുകൾ ഏതൊക്കെയാണ്? 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 2ന്റെ 2ന്റെ ഗുണിതങ്ങൾ ആണ് നജീമിന് അളക്കാൻ സാധിക്കുക. മനോജിന്റെ കയ്യിൽ ഏതാ അളവ് പാത്രമാണുള്ളത്? 5 ലിറ്ററിന്റെ അളവ് പാത്രമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മനോജ് അളക്കുമ്പോ എങ്ങനെയാണ് കിട്ടുക? ആദ്യം എടുക്കുമ്പോ 5 കിട്ടും, അത് ഒരു പാത്രത്തിൽ ഒഴിച്ചു. രണ്ടാമത് എടുക്കുമ്പോ എത്രയായി? ആ പാത്രത്തിൽ ഒഴിക്കുമ്പോ 10 ആയി. മൂന്നാമത് ഒഴിക്കുമ്പോഴോ 15 ആയി. അതായത് എന്താണ് അവിടെ കാണുന്നത്? 5ന്റെ മൾട്ടിപ്പിൾസ് അല്ലെ, 5ന്റെ ഗുണിതങ്ങളാണ് ആർക്ക് അളക്കാൻ സാധിക്കുക? മനോജിന് അളക്കാൻ സാധിക്കുക. അപ്പൊ അതൊന്ന് എഴുതി വെച്ചോളൂ. അതായത് ആ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ലെറ്റ്സ് മെഷർ എന്ന് എഴുതിയിട്ട് ക്വാണ്ടിറ്റീസ് ഓഫ് മിൽക്ക് നജീം ക്യാൻ മെഷർ ഔട്ട്. അതായത് നജീമിന് അളന്നെടുക്കാൻ കഴിയുന്ന അളവുകൾ ഏതൊക്കെയാണ്? 2, 4, 6, 8, 10, 12 അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ അളക്കാം. എക്സെട്രാ എക്സെട്രാ എന്ന് ഇട്ടാൽ മതി. ഇതിന്റെ അർത്ഥം അത് ഇഷ്ടംപോലെ ഇനി അങ്ങോട്ട് നീണ്ടുപോകും. ഇനി അടുത്തത് ക്വാണ്ടിറ്റീസ് ഓഫ് മിൽക്ക് മനോജ് ക്യാൻ മെഷർ ഔട്ട്. മനോജിന്റെ 5 ലിറ്ററിന്റെ ആണ്. മനോജിന് അളന്നെടുക്കാവുന്ന അളവുകൾ ഏതൊക്കെയായിരിക്കും? 5, 10, 15, 20, 25. ഇനി അങ്ങോട്ട് നമുക്ക് എത്ര വേണമെങ്കിലും അളന്നെടുക്കാം. അതായത് 5ന്റെ മൾട്ടിപ്പിൾ, 5ന്റെ ഗുണിതങ്ങളാണ് മനോജിന് അളന്നെടുക്കാൻ സാധിക്കുക. ഇനി ഇതിൽ വ്യത്യസ്ത രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുന്നു. ഇതിൽ 2 പേർക്കും അളക്കാവുന്ന അളവുകൾ ഏതെല്ലാമാണ്? അതായത് ഇന്ന അളവ് എന്ന് പറയുമ്പോൾ അത് നജീമിനും അതുപോലെ തന്നെ മനോജിനും അളക്കാൻ സാധിക്കും. അങ്ങനത്തെ അളവുകൾ ഏതൊക്കെയായിരിക്കും? അപ്പൊ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഈ 2ന്റെ മൾട്ടിപ്പിൾസ് നമ്മൾ എഴുതിയിരിക്കുന്നു, അതുപോലെ തന്നെ 5ന്റെ മൾട്ടിപ്പിൾസ് എഴുതിയിരിക്കുന്നു. അതിൽ 2ലും കോമൺ ആയിട്ട് വരുന്ന, പൊതുവായിട്ട് വരുന്ന സംഖ്യയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് 2ല് വരുന്നത് 10 വരുന്നില്ലേ? അതന്നെ ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ 10 ഒരു കോമൺ മൾട്ടിപ്പിൾ എന്നാണ് പറയാ. 2 പേർക്കും അളക്കാൻ സാധിക്കുന്ന അളവാണ്. പൊതുഗുണിതം എന്ന് മലയാളത്തിൽ പറയും. പൊതുഗുണിതം അഥവാ കോമൺ മൾട്ടിപ്പിൾ. അപ്പൊ 10 വരുന്നുണ്ട്, 2 പേർക്കും അളക്കാം അല്ലെ. അപ്പൊ ഇതിങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ നമുക്ക് 20 വരും. ആ 20 തന്നെ ഇതിലും വരുന്നില്ലേ? അപ്പൊ ഇതും 10, 20. അപ്പൊ ഇതിലും 20 വരുന്നുണ്ട്. പിന്നെ ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ അവിടെ 30 വരും. അപ്പൊ ഇവിടെയും 30 വരും അല്ലെ. അപ്പൊ അങ്ങനെ 2 പേർക്കും അളക്കാവുന്ന അളവുകൾ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ക്വാണ്ടിറ്റീസ് ബോത്ത് ഓഫ് ദം ക്യാൻ മെഷർ. 2 പേർക്കും അളക്കാവുന്ന അളവുകൾ 10, 20, 30. അടുത്തത് ഏതാ വരിക? 40 വരും അല്ലേ. 2ലും 40 വരും, 50 വരും. 5 വരുന്ന നമ്പർ വരില്ല.
ബാക്കി 0 വരുന്ന നമ്പർ എല്ലാം രണ്ടിലും അളക്കാവുന്ന അളവുകളായിരിക്കും. അപ്പൊ ഇത് ഒന്ന് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഇതൊന്ന് എഴുതിയെടുക്കാം. അടുത്തതായി നമുക്ക് നജീമിന്റെയും മനോജിന്റെയും പാത്രങ്ങളുടെ അളവുകളൊന്ന് മാറ്റി നോക്കാം. ആദ്യം നജീമിന്റെ 2 ലിറ്ററിന്റെ പാത്രമായിരുന്നു. അതിന് പകരം നമുക്ക് 3 ലിറ്ററിന്റെ പാത്രം കൊടുക്കാം നജീമിന്. മനോജിന്റെ കയ്യിൽ 5 ലിറ്ററിന്റെ പാത്രമായിരുന്നു. അതിന് പകരം നമുക്ക് 4 ലിറ്ററിന്റെ പാത്രം കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അവർക്ക് രണ്ടാൾക്കും അളന്നെടുക്കാവുന്ന അളവുകൾ ഏതൊക്കെയായിരിക്കും? നജീമിന്റെ കയ്യില് 3 ലിറ്ററിന്റെ പാത്രമാണ് അല്ലെ. അപ്പൊ നജീമിന് ഏതൊക്കെ അളവുകൾ അളക്കാം? അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ എഴുതി വെച്ചോളൂ. ഇഫ് മെഷറിംഗ് ജാർസ് ഓഫ് നജീം ആൻഡ് മനോജ് ആർ 3 ലിറ്റർ ആൻഡ് 4 ലിറ്റർ. അതായത് നജീമിന്റെയും മനോജിന്റെയും പാത്രങ്ങൾ 3 ലിറ്ററിന്റെയും 4 ലിറ്ററിന്റെയും ആയാല് ക്വാണ്ടിറ്റീസ് നജീം ക്യാൻ മെഷർ. നജീമിന് അളക്കാവുന്ന അളവുകൾ ഏതൊക്കെയായിരിക്കും? 3യുടെ മൾട്ടിപ്പിൾ 3ന്റെ ഗുണിതങ്ങളായിരിക്കും നജീമിനെ അളക്കാൻ സാധിക്കുന്നത് അല്ലെ. ആദ്യം എടുക്കുമ്പോ 3, രണ്ടാമത് എടുക്കുമ്പോ 6, പിന്നെ 9 അല്ലെ. അപ്പൊ 3, 6, 9, 12 അങ്ങനെ പോകും നജീമിനെ അളക്കാവുന്ന അളവുകള്. ക്വാണ്ടിറ്റീസ് മനോജ് ക്യാൻ മെഷർ. അതായത് മനോജിന് അളക്കാവുന്ന അളവുകൾ ഏതൊക്കെയായിരിക്കും? 4 ലിറ്ററിന്റെ പാത്രമാണ് മനോജിന്റെ കയ്യിലുള്ളത്. അപ്പൊ എന്തായിരിക്കും? 4ന്റെ മൾട്ടിപ്പിൾസ് 4ന്റെ ഗുണിതങ്ങളായിരിക്കും മനോജിന് അളക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? 4, 8, 12, 16, 20 അങ്ങനെ പോകും അല്ലെ. ഇനി ഇതിൽ നോക്കുകയാണെങ്കിൽ 2 പേർക്കും അളക്കാവുന്ന അളവുകൾ ക്വാണ്ടിറ്റീസ് ബോത്ത് ക്യാൻ മെഷർ അല്ലെ. 2 പേർക്കും അളക്കാവുന്ന അളവുകൾ ഏതൊക്കെയാണ്? നമുക്ക് ഈ മൾട്ടിപ്പിൾസ് നോക്കിയാൽ കാണാം അല്ലെ. ഇതിൽ നോക്കുമ്പോ ഇവിടെ 12 വരുന്നുണ്ട്, ഇവിടെയും 12 വരുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് വരുന്നത് 12 ആണ് അല്ലെ. അതിനു മുൻപ് ഒറ്റ മെഷർമെന്റും ഒറ്റ അളവുകളും നമുക്ക് വരുന്നില്ല. അപ്പൊ ഇവിടെ 12 വരുന്നുണ്ട്, അതേസമയം തന്നെ ഇവിടെ ഫസ്റ്റ് വരുന്നത് 12 ആണ്. പിന്നെ ഏതാ വരുന്നത്? പിന്നെ ഒന്നും വരുന്നില്ല. ഇവിടെ 24 വരുന്നുണ്ട്, ഇവിടെ 24 വരുന്നുണ്ട്. അപ്പൊ ഈ അളവുകൾ പിന്നെ നമുക്ക് എഴുതി കഴിഞ്ഞാൽ കിട്ടും. നമ്മളിപ്പോ എഴുതിയത് വെച്ച് നോക്കുമ്പോൾ ഇത് 2 മാത്രമാണ് വരുന്നത്. അപ്പൊ 12, 24 അല്ലെ. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പൊ അതിനെ പറയുന്ന പേരെന്താണ്? നമ്മൾ ഇതിന്റെ 3യുടെ 4ന്റെ മൾട്ടിപ്പിൾസ് ആണ് എഴുതിയത്. ആ 2 മൾട്ടിപ്പിൾസിലും കോമൺ ആയിട്ട് വരുന്ന ഏതാണ്? കോമൺ ആയിട്ട് വരുന്ന നമ്പർ, അതായത് കോമൺ മൾട്ടിപ്പിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിൽ എന്ത് പറയും? രണ്ടിലും പൊതുവായിട്ട് വരുന്നതാണ്. അപ്പൊ പൊതുഗുണിതം, കോമൺ മൾട്ടിപ്പിൾ അഥവാ പൊതുഗുണിതങ്ങളാണ് ഏതൊക്കെ? 12ഉം 24ഉം. അപ്പൊ ആ പേര് മറക്കണ്ട, കോമൺ മൾട്ടിപ്പിൾ അഥവാ പൊതുഗുണിതം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ് ഫസ്റ്റ് വന്നത്? ആദ്യം ഏറ്റവും ചെറിയ നമ്പർ ആദ്യം ഏതാണ് വന്നത്? 12 ആണ് വന്നത് അല്ലെ. 12, ഇവിടെയും 12 വന്നിട്ടുണ്ട്. അപ്പൊ ആ ഫസ്റ്റ് വന്ന നമ്പർ, ഏറ്റവും ആദ്യം വന്ന നമ്പർ ആണ്. അതിനെ പറയുന്ന പേര് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ഏറ്റവും ചെറിയ നമ്പർ അല്ലെ. അതിന് താഴെ ചെറിയ നമ്പർ നമുക്ക് കോമൺ ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ ഈ കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്, അതിൽ ഏറ്റവും ചെറിയ നമ്പർ ആണ് ഏത്? 12. അപ്പൊ 12നെ പറയുന്ന പേരാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിലാണെങ്കിൽ ചെറു പൊതുഗുണിതം, ഏറ്റവും ചെറിയത്. അപ്പൊ അതിനെ നമ്മൾ പറയുന്നു ചെറു പൊതുഗുണിതം. അതാണ് 12. അപ്പൊ വേർഡ്സ് മനസ്സിലാക്കിക്കോളൂ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. LCM എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ CBSE ഒക്കെ പഠിച്ച കുട്ടികൾ എന്ത് കേട്ടിട്ടുണ്ടാവും? LCM അല്ലെ. അതിന്റെ ഫുൾ നെയിം ആണ് എന്ത്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ചെറു പൊതുഗുണിതം എന്ന് പറഞ്ഞാല് എന്താണ്? 2 നമ്പർ തന്നിട്ട് അപ്പൊ 3യും 4ന്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM എന്ന് പറഞ്ഞാല് 3യുടെ മൾട്ടിപ്പിൾസ് എഴുതി, 4ന്റെ മൾട്ടിപ്പിൾസ് എഴുതി. 2ലും വരുന്ന ആദ്യം വരുന്ന കോമൺ ആയിട്ട് വരുന്ന നമ്പർ ആണ് 2ന്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പൊ ഇവിടെ നമുക്ക് ഏതാണ് വന്നത്? 12 ആണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതിനെ ചുരുക്ക പേര് LCM എന്ന് പറയാം. അത് മനസ്സിലാക്കിയിട്ട് എഴുതിയെടുത്തോളൂ. ഇനി നമുക്ക് പേജ് നമ്പർ 112 ക്വസ്റ്റ്യൻസ് നോക്കാം. റൈറ്റ് കോമൺ മൾട്ടിപ്പിൾ ആൻഡ് ഫൈൻഡ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതായത്
കുറച്ച് സംഖ്യകൾ താഴെ കൊടുത്തിട്ടുണ്ട് പേയേഴ്സ് ആയിട്ട്. അതിന്റെ പൊതുഗുണിതങ്ങൾ എഴുതി അതിന്റെ ഏറ്റവും ചെറു പൊതുഗുണിതം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, എങ്കിലും കുറച്ച് കാണിച്ചു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് 2, 5 ആണ്. 2ഉം 5ഉം നമുക്ക് ആദ്യം തന്നിരിക്കുന്നു. ആ 2ന്റെ 5ന്റെ മൾട്ടിപ്പിൾസ് ആദ്യം എഴുതും. അപ്പൊ ആദ്യം മൾട്ടിപ്പിൾസ് എഴുതി, 2ന്റെ മൾട്ടിപ്പിൾസ് എഴുതി. 2, 4, 6, 8, 10 അങ്ങനെ എഴുതി. അതുപോലെ തന്നെ 5ന്റെ മൾട്ടിപ്പിൾസ് എഴുതാൻ പറഞ്ഞിരിക്കുന്നു. 5, 10, 15, 20. ഇതില് കോമൺ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ് വരുന്നത് അത് അണ്ടർലൈൻ ചെയ്യാം. ആദ്യം വരുന്നത് 10 ആണ്, പിന്നെ 20 വരുന്നുണ്ട് അല്ലെ. നമ്മളോട് ഏതാ ചോദിച്ചിരിക്കുന്നത്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ചെറു പൊതുഗുണിതം. അപ്പൊ കോമൺ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ എഴുതാം? 10, 20 എക്സെട്ര എഴുതാം അല്ലെ. ചെറു പൊതുഗുണിതം അഥവാ LCM എന്ന് പറഞ്ഞാൽ ഏതാണ്? ആദ്യം വരുന്നത് അല്ലെ, ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ. അതായത് 10 ആണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? 4ഉം 6ഉം തന്നിട്ട് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM ചെറു പൊതുഗുണിതം എഴുതാൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾസ് എഴുതി. 4, 8, 12, 16, 20, 24 അങ്ങനെ എഴുതി. അതുപോലെ തന്നെ 6ന്റെ മൾട്ടിപ്പിൾസ് എഴുതാ. 6, 12, 18, 24, 30, 36. ഇനി രണ്ടിലും വരുന്നത് നമ്മൾ മാർക്ക് ചെയ്യാം. 4ലും 6ലും വരുന്നത്. ആദ്യം വരുന്നത് ഏതാ? 12. 12 ആണ് രണ്ടിലും ആദ്യമായിട്ട് വരുന്ന നമ്പർ. പിന്നെ ഏതാണ്? 24 വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കോമൺ മൾട്ടിപ്പിൾസ് ആണ്. ഇതില് ചെറു പൊതുഗുണിതം LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ നമ്പർ, അതായത് ആദ്യം കോമൺ ആയിട്ട് വരുന്നത് ഏതാണത്? 12. 12 ആണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. രണ്ടെണ്ണം ചെയ്തു. ഇനി മൂന്നാമത്തെ 3, 7 ആണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നല്ലോ. 3 എഴുതി, 3യുടെ മൾട്ടിപ്പിൾസ് എഴുതുന്നു. ഏതൊക്കെയാണ്? 3, 6, 9, 12, 15 അല്ലേ. അതുപോലെ 7 എഴുതി. 7ന്റെ മൾട്ടിപ്പിൾസ് ഗുണിതങ്ങൾ 7, 14, 21, 28, 35. ഇനി കോമൺ ആയിട്ട് വരുന്നതെല്ലാം അടയാളപ്പെടുത്തുക. ഏതാണ്? 21 ആണ് ഇവിടെ വരുന്നത്, ഇവിടെയും 21 വരുന്നുണ്ട്. ഇനി ഏതാണ്? ഇനി കുറച്ച് എഴുതി നോക്കിയാലേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലേ നമുക്ക് ആവശ്യം. അപ്പൊ പിന്നെ 21 ആയാൽ നിർത്താം. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ചെറുപൊതുഗുണിതം എന്ന് പറയുന്നത് 21, 21 ആണ് ചെറുപൊതുഗുണിതം. അടുത്ത ക്വസ്റ്റ്യൻ 5, 10 ആണ് വരുന്നത്. അപ്പോൾ 5ന്റെ മൾട്ടിപ്പിൾസ് 5, 10, 15, 20, 25. ഇൻഡ്യൂട്ടൊന്നും എഴുതണ്ട, നിങ്ങൾ കോമ ഇട്ട് മൾട്ടിപ്പിൾസ് എഴുതിയാൽ മതി. ഇനി 10ന്റെ മൾട്ടിപ്പിൾ 10, 20, 30, 40 അല്ലേ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാണ്? 10 അല്ലേ ആദ്യം വരുന്നത്. അപ്പൊ 10 ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അഥവാ ചെറു പൊതുഗുണിതം 10 എന്ന് എഴുതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 8, 6. 8ന്റെ 6ന്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. 8ന്റെ മൾട്ടിപ്പിൾസ് എഴുതുന്നു. 8, 16, 24, 32 എക്സെട്ര. 6ന്റെ മൾട്ടിപ്പിൾസ് എഴുതാം. 6, 12, 18, 24 അങ്ങനെ എഴുതി. ഏതാണ് കോമൺ മൾട്ടിപ്പിൾസ്? ഏതൊക്കെയാണ് ഇതിൽ വരുന്നത്? ഇവിടെ 24 ആണ് ഫസ്റ്റ് വരുന്നത് അല്ലേ. അപ്പോ 24 കോമൺ മൾട്ടിപ്പിൾ. നമുക്ക് ലീസ്റ്റ് തന്നെയാണ് ആവശ്യം. ബാക്കിയുള്ളത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 24. അടുത്തതായിട്ട് 9, 12 ആണ് വരുന്നത്. 9ന്റെ മൾട്ടിപ്പിൾസ് 9, 8, 27, 36, 45 അല്ലേ. 12ന്റെയോ 12, 24, 36. അപ്പൊ നമുക്കിത് എങ്ങനെ കിട്ടാം? 12ന്റെ ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. 12ന്റെ കൂടെ 12 കൂട്ടിയാൽ 24 കിട്ടി. അതിന്റെ കൂടെ വീണ്ടും 12 കൂട്ടിയാൽ 36 കിട്ടി. അല്ലെങ്കിൽ പിന്നെ 12 into 3, 12 into 4 എന്ന് മൾട്ടിപ്ലൈ ചെയ്താലും 12ന്റെ മൾട്ടിപ്പിൾസ് കിട്ടും. അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ഇവിടെ 36 വരുന്നുണ്ട്, ഇവിടെ 36. ഫസ്റ്റ് വരുന്നത് അതാണ് അപ്പൊ ഏറ്റവും ചെറിയ പൊതുഗുണിതം. അപ്പൊ അത് 36, 36. അത് എഴുതി വെച്ചു. ഇനി അതില് എത്രണ്ണം കൂടി വരുന്നുണ്ട്? 2 എണ്ണം കൂടി വരുന്നുണ്ട്. അപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഇത് ആദ്യം എഴുതിയെടുക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 12, 14 ആണ്. അപ്പൊ 12ന്റെ മൾട്ടിപ്പിൾസ് എഴുതുന്നു. 12, 24, 36, 48 അങ്ങനെ പോകും. അതുപോലെ 14, 14ന്റെ ഗുണിതങ്ങൾ 14, 28, 42, 56. അത് കഴിഞ്ഞാൽ 70, 84, 98 അങ്ങനെ പോകും.
അപ്പൊ നമ്മൾ കോമൺ മൾട്ടിപ്പിൾ വരുന്ന വരെ നമുക്ക് എഴുതിയാൽ മതി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ചെറു പൊതുഗുണിതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്നും പൊതുവായിട്ട് വരുന്നില്ല. ആദ്യമായിട്ട് വരുന്നത് ഏതാ? 84. 84 ആദ്യമായിട്ട് പൊതുഗുണിതം വരുന്നത്. അപ്പൊ അതന്നെ ആയിരിക്കും എന്ത്? ചെറു പൊതുഗുണിതം അഥവാ LCM. 84 84 ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ 9 8 18 ആണ്. അപ്പൊ ആദ്യം 9ന്റെ മൾട്ടിപ്പിൾസ് എഴുതി. 9 18 27 36 എക്സെട്ര അങ്ങനെ എഴുതി. ഇനി 18ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 18 36 54. അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ആദ്യം വരുന്നത് 18 ആണ്. അപ്പൊ നമ്മുടെ കിട്ടിയില്ലേ? ചെറു പൊതുഗുണിതം കിട്ടി. എത്രയാണ്? 80. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് 36 വരുന്നുണ്ട്, 54 വരുന്നുണ്ട്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ചെറു പൊതുഗുണിതമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് 18 തന്നെയാണ്. അപ്പൊ ഇതില് ആ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഇത് എഴുതിയെടുത്തോളൂ കേട്ടോ. എന്നിട്ട് ഒറ്റയ്ക്ക് കുറച്ച് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ദ സ്കൂൾ ആനിവേഴ്സറി the gateway is decorated with blinking lights. The green lights glow every 4 seconds and blue lights glow every 6 seconds. They glow together at 8 o'clock. At what time do they glow together next? അതായത് ആനിവേഴ്സറിക്ക് ഡെക്കറേഷൻ ആയിട്ട് അലങ്കാരം ചെയ്യാൻ വേണ്ടിയിട്ട് 2 തരം ബൾബുകൾ ഉപയോഗിച്ചിരിക്കുകയാണ്. ഏതൊക്കെയാണ്? ബ്ലൂ ലൈറ്റും ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ ലൈറ്റും ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്രീൻ ലൈറ്റ് കത്തുന്നത് 4 സെക്കൻഡ് കൂടുമ്പോഴാണ്. ആദ്യം ലൈറ്റ് കത്തി 4 സെക്കൻഡ് ആകുമ്പോഴാണ് അടുത്ത പ്രാവശ്യം കത്തുക. പിന്നെ 4 സെക്കൻഡ് ആകുമ്പോഴാണ് അടുത്ത പ്രാവശ്യം കത്തുക. അങ്ങനെയാണ് ഗ്രീൻ ലൈറ്റ് കത്തുന്നത്. ബ്ലൂ ലൈറ്റ് കത്തുന്നത് എവരി 6 സെക്കൻഡ്സ്, ഓരോ 6 സെക്കൻഡിലാണ്. ആദ്യം കത്തി 6 സെക്കൻഡ് കഴിയുമ്പോഴാണ് രണ്ടാമത് കത്തുക. രണ്ടാമത് കത്തി 6 സെക്കൻഡ് കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം കത്തും. അങ്ങനെയാണ് ബ്ലൂ ലൈറ്റ് കത്ത്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് അവ രണ്ടും കൂടി ഒരുമിച്ച് കത്തിയത് 8 മണിക്കാണ്. ഇനി എപ്പോഴാണ് 8 മണിക്ക് ശേഷം ഇനി എപ്പോഴാണ് ആ ബ്ലൂ ലൈറ്റും ഗ്രീൻ ലൈറ്റും ഒരുമിച്ച് കത്തുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, മൾട്ടിപ്പിൾസ് പഠിച്ചിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, വരാറുള്ളതാണ്. അപ്പൊ ഇതിൽ നമ്മൾ കാണുമ്പോൾ എന്താന്ന് തോന്നും, പക്ഷെ വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മൾട്ടിപ്പിൾസ് പഠിച്ചിട്ടുണ്ട് അല്ലെ? എവരി 4 സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പൊ ക്വസ്റ്റ്യൻ ആദ്യം എഴുതി വെക്കാം. അതിനുശേഷം എഴുതുക ഗ്രീൻ ലൈറ്റ്. ഗ്രീൻ ലൈറ്റ് എങ്ങനെ കത്തുന്നത്? എവരി 4 സെക്കൻഡ്സിലാണ്. അതായത് അപ്പൊ എന്തായിരിക്കും അത്? 4ന്റെ മൾട്ടിപ്പിൾസ്, 4ന്റെ ഗുണിതങ്ങളായിട്ടാണ് ഗ്രീൻ ലൈറ്റ് കത്തുന്നത് അല്ലെ? അപ്പൊ 4ന്റെ ഗുണിതങ്ങൾ എഴുതിയാൽ മതി. അപ്പൊ 4 പിന്നെ പ്രാവശ്യം 8 സെക്കൻഡില് പിന്നെ 12, അങ്ങനെ 4ന്റെ മൾട്ടിപ്പിൾസ് ആയ ഗ്രീൻ ലൈറ്റ് കത്തുന്ന സമയമായി. ഇനി ബ്ലൂ ലൈറ്റ് എങ്ങനെയാ കത്തുന്നത്? എവരി 6 സെക്കൻഡ്സ്, ഓരോ 6 സെക്കൻഡിലും. അപ്പൊ എന്ത് ചെയ്താൽ മതി? 6ന്റെ മൾട്ടിപ്പിൾ എഴുതിയാൽ മതി. അപ്പോ 6 എഴുതാ, 12 എഴുതാ, അങ്ങനെ 6ന്റെ മൾട്ടിപ്പിൾ എഴുതും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 ബൾബുകളും ഒരുമിച്ച് വരും അല്ലെ? ബൈ ചാൻസിൽ ചിലപ്പോൾ ഒരുമിച്ച് കത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ 8 മണിക്ക് 2 ബൾബും ഒരുമിച്ച് കത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പിന്നീട് എപ്പോഴാണ് ഒരുമിച്ച് കത്താൻ സാധ്യത വരുന്നത്? 8 മണിക്ക് ഒരുമിച്ച് കത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 2ന്റെയും മൾട്ടിപ്പിൾസ് എഴുതി അതില് തൊട്ടടുത്ത് വരുന്ന ഒരുമിച്ച് കത്തുന്ന സമയമാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ചെറു പൊതുഗുണിതമായിരിക്കും കണ്ടെത്തേണ്ടത്. 2 ഒരുമിച്ച് വരണ്ടേ? അപ്പൊ കോമൺ മൾട്ടിപ്പിൾ ആണ് കണ്ടെത്തേണ്ടത്. അത് തൊട്ടടുത്ത് ഇനി നെക്സ്റ്റ് പെട്ടെന്ന് ഒരുമിച്ച് കത്തുന്ന സമയമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചെറു പൊതുഗുണിതാവില്ലേ കണ്ടെത്തേണ്ടത്? അപ്പൊ നമുക്ക് നോക്കാം. നമ്മളിതുപോലെ 4ന്റെ എഴുതി, 6ന്റെ എഴുതി. അതിൽ എഴുതുമ്പോ മൾട്ടിപ്പിൾസ് എഴുതുമ്പോ ഇനി 4 8 12 എഴുതി. അതുപോലെ തന്നെ 6ന്റെ 6 12. അപ്പൊ 12 ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് അവിടെ വരുന്നുണ്ട്. അതായത് സെക്കൻഡുകളാണ് അല്ലെ? 4 സെക്കൻഡ് 6 സെക്കൻഡ് സെക്കൻഡാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോ 12 സെക്കൻഡ് ആവുമ്പോഴാണ് ഇനി എന്താവുക? 2 ബൾബും ഒരുമിച്ച് കത്തുക. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 8 മണിക്ക് ഒരുമിച്ച് കത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അപ്പൊ ഒരുമിച്ച് കത്ത എപ്പോഴായിരിക്കും? 8 12, 8 മണി കഴിഞ്ഞ് 12 സെക്കൻഡ് ആവുമ്പോ ആ 2 ബൾബുകളും ഒരുമിച്ച് കത്തും
അല്ലേ? അപ്പൊ അതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇത്രേ കാണണ്ടോ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അഥവാ ചെറു പൊതുഗുണിതം കണ്ടെത്തിയാൽ മതി. അപ്പൊ ഇനി 12 സെക്കൻഡ് ആവുമ്പോൾ, ഇവിടെ സെക്കൻഡാന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് 8 മണി കഴിഞ്ഞ് 12 സെക്കൻഡ് ആവുമ്പോൾ 2 ബൾബുകളും ഒരുമിച്ച് കത്തും. അപ്പൊ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പൊ അതിങ്ങനെ എഴുതിയിട്ടോളൂ. വീണ്ടും ബൾബുകൾ ഒരുമിച്ച് പ്രകാശിക്കുന്നത് 12 സെക്കൻഡിൽ, അതായത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടെത്തി. അപ്പൊ 8 മണി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 8 മണി കഴിഞ്ഞ് 12 സെക്കൻഡ് ആവുമ്പോൾ 2 ബൾബുകളും ഒരുമിച്ച് കത്തും. ക്വസ്റ്റ്യൻ എഴുതിയിട്ടോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. മീനു ആൻഡ് ആഷ ആർ പ്ലേയിങ് ഓൺ എ ടൈൽ ഫ്ലോർ. From one end, Meenu put a button on every second tile and Asha put a ring on every third tile. Which is the first tile with both a button and ring? What about the other tiles with both? അതായത് ടൈല് പതിച്ച തറയിൽ കളിക്കുകയാണ് മീനുവും ആശയും. തറയുടെ ഒരറ്റത്ത് നിന്ന് രണ്ടാമത്തെ ടൈലില് മീനു ഓരോ മഞ്ചാടിക്കുരു വെച്ചു. അതായത് മീനു മഞ്ചാടിക്കുരു വെക്കുന്നത് ഓരോ രണ്ടാമത്തെ ടൈലിലാണ്. ആദ്യത്തെ ടൈല് വിട്ടു, രണ്ടാമത്തെ ടൈലില് മഞ്ചാടിക്കുരു വെക്കുന്നു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ വിട്ടു, നാലാമത്തേല് വെക്കുന്നു, അല്ലെ? അപ്പൊ അതെന്തായിരിക്കും? മീനു ടൈൽ എങ്ങനെയായിരിക്കും വെക്കുന്നത്? 2ന്റെ ഗുണിതങ്ങളില്, അല്ലെ? 2ന്റെ മൾട്ടിപ്പിൾസിലാണ് മീനു മഞ്ചാടിക്കുരു വെക്കുന്നത്. ആശ എന്താണ്? വളയാണ് വെക്കുന്നത് ഓരോ ടൈലിലും. എങ്ങനെയാണ് ആശ വള വെക്കുന്നത്? ഓരോ മൂന്നാമത്തെ ടൈലിലും, അതായത് 2 ടൈല് വിട്ടിട്ട് മൂന്നാമത്തെ ടൈലില് ഓരോ വളയാണ് ആശ വെക്കുന്നത്. അപ്പൊ മൂന്നാമത്തേല് വെച്ചു, അത് കഴിഞ്ഞ് 4ഉം 5ഉം വിടും, ആറാമത്തേല് വെക്കുന്നു, അല്ലെ? അതായത് ആശ വള വെക്കുന്നത് ഏതിന്റെ ഗുണിതത്തിലാണ്? 3ന്റെ ഗുണിതത്തിലാണ് ആശ എന്ത് വെക്കുന്നത്? വള വെക്കുന്നത്. അതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? മഞ്ചാടിയും വളയും ഒരുമിച്ച് വെച്ചിട്ടുള്ള ആദ്യത്തെ ടൈൽ. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് വരും, മഞ്ചാടിയും വരും, വളയും വരും. അങ്ങനെ വരുന്ന ആദ്യത്തെ ടൈൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നീട് വരുന്ന ടൈലുകളും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തോ എഴുതാം? നമ്മൾ ഇതൊന്നും കണ്ട് ഇതാവണ്ട, നമുക്ക് മൾട്ടിപ്പിൾസ് ആണ് നമുക്ക് എഴുതേണ്ടത്. നമുക്ക് ഇങ്ങനെ എഴുതാം. മീനു പുട്ട് ബട്ടൺസ് ഓൺ ടൈൽസ്. മീനു ടൈൽസ് മഞ്ചാടിക്കുരു വെച്ച ടൈലുകൾ ഏതൊക്കെയാണ്? 2ന്റെ മൾട്ടിപ്പിൾ, അല്ലെ? 2ന്റെ ഗുണിതങ്ങൾ 2, 4, 6, 8 അങ്ങനെ തുടർന്ന് എഴുതി. ഇനി ആശ പുട്ട് റിംഗ് ഓൺ ടൈൽസ്. ആശ വള വെച്ച ടൈലുകൾ, അതായത് 3യുടെ മൾട്ടിപ്പിൾ 3ന്റെ ഗുണിതങ്ങൾ എഴുതി. ഇനി 2ഉം വരുന്നത്, അല്ലെ? ഫസ്റ്റ് ടൈൽ വിത്ത് ബോത്ത് ബട്ടൺ ആൻഡ് റിംഗ്. മഞ്ചാടിയും ടൈലും മഞ്ചാടിയും വളയുമാണ് കേട്ടോ. മഞ്ചാടിയും വളയും ഒരുമിച്ച് വെച്ചിട്ടുള്ള ആദ്യത്തെ ടൈല്, മഞ്ചാടിയും വളയും ഒരുമിച്ച് വെച്ചിട്ടുള്ള ആദ്യത്തെ ടൈല് ഏതാണ്? അപ്പൊ ഇവിടെ നോക്കുമ്പോ 2ലും വരുന്നത്, ഇവിടെ 2ലും വരുന്നത് 3 കഴിഞ്ഞ് 6 വരുന്നുണ്ട്, ഇവിടെ 6 വെച്ചിട്ടുണ്ട്. അപ്പൊ 6 ആണ് ആദ്യത്തെ ടൈല്, അല്ലെ? അപ്പൊ തുടർന്നുള്ള ടൈലുകൾ അതർ ടൈൽസ് വിത്ത് ബോത്ത്, 2ഉം വരുന്ന അടുത്ത ടൈലുകൾ നോക്കുകയാണെങ്കിൽ ബാക്കി വരുന്ന കോമൺ മൾട്ടിപ്പിൾസ് നോക്കിയാൽ മതി. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 6 ആണ്, അതാണ് ആദ്യം വരുന്നത്. അത് 6 എഴുതി. ബാക്കി ഏതൊക്കെ വരുന്നത്? ഇവിടെ 12 വരുന്നുണ്ട്, ഇവിടെയും 12 ഉണ്ട്, പിന്നെ ഇവിടെ 18 ഉണ്ട്, ഇവിടെ 18 ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ 24, നമ്മൾ 20 വരെ എഴുതിയിട്ടുണ്ടാവുള്ളൂ. 24 വരാം, 22, 24 വരാലോ. 24 ഇവിടെ 24. ഇത്ര എഴുതിയാൽ മതി. തുടർന്നുള്ള ടൈലുകൾ 12, 18, 24. മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ടൈല്, മഞ്ചാടിയും വളയും വരുന്ന ആദ്യ ടൈല് ആണ് ഏത്? 6, 6ാമത്തെ ടൈലാണ്. അപ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. കോമൺ മൾട്ടിപ്പിളിന്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ എല്ലാവരും ഇത് മനസ്സിലാക്കിയിട്ട് എഴുതിയിട്ടോളൂ. ഇനി ഇതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കൊടുത്തിട്ടുണ്ടായില്ല, അത് നിങ്ങളെല്ലാവരും ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കണം. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഹോംവർക്ക് ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.